5/5/2016 എൻ്റെ വിവാഹ സുദിനം. ഇന്നേക്ക് 4ാമത്തെ വിവാഹ വാർഷികമാണ്. അപ്പോൾ കേക്കും കാര്യങ്ങളൊന്നുമില്ല, ഒരു പുഡിങ് സ്പെഷ്യൽ നിങ്ങൾക്ക് വേണ്ടി. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. വളരെ സിമ്പിളായിട്ട് ബ്രെഡ്, പാല്, പഞ്ചസാര ഉപയോഗിച്ചുകൊണ്ട് നല്ല അടിപൊളി ഒരു പുഡിങ്ങാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. അപ്പോൾ വീഡിയോ പൂർണ്ണമായിട്ടും കാണുകയാണെങ്കിൽ നാളെ നിങ്ങൾക്കും അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുഡിങ് തയ്യാറാക്കാൻ സാധിക്കും. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. പുഡിങ് തയ്യാറാക്കാൻ വേണ്ടി നമുക്ക് ഒരു 3/4 പാക്കറ്റ് ബ്രെഡാണ് ഇപ്പോൾ ഞാനിവിടെ കട്ട് ചെയ്തെടുത്തത്. പിന്നെ അതിലേക്ക് നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് പഞ്ചസാര, കോഴിമുട്ട, അതുപോലെ എസൻസ് ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ ഞാനിതിലേക്ക് പഞ്ചസാര നമുക്ക് ആവശ്യത്തിനനുസരിച്ചുള്ള പഞ്ചസാര, ഈ ഒരു 3/4 പാക്കറ്റ് ബ്രെഡിലേക്ക് വേണ്ട പഞ്ചസാര, പിന്നെ അതിലേക്ക് നമ്മൾ മിൽക്ക് ഉപയോഗിക്കുന്നുണ്ട്. ഒരു 300-400 മില്ലി പാൽ ഉപയോഗിക്കുന്നു. പിന്നെ അതിലേക്ക് എസൻസ്, വാനിലയുടെ എസൻസ് ഉണ്ടായിരുന്നു, അതും ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് നമ്മൾക്ക് ഒരു 2 കോഴിമുട്ട കൂടി ആഡ് ചെയ്യാം. അതിനുശേഷം നല്ല രീതിയിൽ മിക്സിയിൽ അരച്ച് നല്ല ജ്യൂസ് പരുവത്തിലേക്ക് അടിച്ചെടുക്കണം. അപ്പോൾ ഏകദേശം നമ്മളെ പുഡിങ്ങിന് വേണ്ടിയുള്ള മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ആവശ്യമുള്ളത് കുറച്ച് പഞ്ചസാരയുടെ സിറപ്പാണ്. അത് ലോ ഫ്ലെയിമിൽ ഒരു 2-3 സ്പൂൺ പഞ്ചസാര ഇട്ടിട്ട് കുറച്ച് വെള്ളം ഉപയോഗിച്ച് ലോ ഫ്ലെയിമിൽ നല്ല രീതിയിൽ ഇളക്കി കൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് നല്ല ഒരു സിറപ്പ്, ടൈറ്റായിട്ടുള്ള പഞ്ചസാര സിറപ്പ് കിട്ടും. അപ്പോൾ നമുക്ക് പുഡിങ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ആ ഒരു പാത്രം ഉണ്ടാകുമല്ലോ, ആ ഷേപ്പ് കിട്ടേണ്ട പാത്രത്തിലേക്ക് നമുക്ക് ആ ഒരു സിറപ്പ് ഒഴിച്ചതിന് ശേഷം നമ്മൾ ഈ അടിച്ചു വെച്ച പുഡിങ്ങിൻ്റെ ഈ ഒരു കൂട്ട് അതിലേക്ക് ഒഴിക്കുക. അതിനുശേഷം ഇപ്പോൾ ഞാനിവിടെ ഉപയോഗിക്കുന്നത് ഇഡ്ഡലി ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന പാത്രം ഉപയോഗിച്ചുകൊണ്ട് സ്റ്റീം ചെയ്തെടുക്കുകയാണ് ഈ ഒരു പുഡിങ്. അപ്പം നമുക്ക് ഓരോ ആൾക്കാർക്കും സൗകര്യത്തിനനുസരിച്ചുള്ള സൗകര്യങ്ങൾ ഉപയോഗിച്ച് നമുക്ക് ഈ ഒരു പുഡിങ് സ്റ്റീം ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഈ ഇഡ്ഡലി പാത്രത്തിൽ നല്ല തിളച്ച വെള്ളം ഉപയോഗിച്ചുകൊണ്ട്, ഓൾറെഡി ചൂടാണ്, അപ്പം ചൂടാവാനൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഈ ഒരു പാത്രം ഇതിലേക്ക് ഇറക്കി വെച്ചു. പിന്നെ നമ്മളൊരു 35-40 മിനിറ്റോളം ആവിയിൽ വേവിച്ചെടുക്കുകയാണ്. വേവിച്ചെടുക്കുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് തന്നെ ഇതിൽ കൂടുതലായിട്ട് കുക്കാവാനൊന്നുമില്ല, എങ്കിൽ കൂടി ഇതൊന്ന് സെറ്റായി വരണമെങ്കിൽ കുറച്ച് സമയമെടുക്കും. പിന്നെ വേണമെങ്കിൽ നമുക്ക് ഇതൊന്ന് പൊക്കി നോക്കിയാൽ നമുക്ക് മനസ്സിലാകും. ഒരു ചെറിയ നമ്മുടെ പപ്പടം കുത്തുന്ന ഒരു കുത്തി കൊണ്ട് നമുക്ക് നമ്മുടെ പുഡിങ്ങിൽ കുത്തി നോക്കിയാൽ ആ കമ്പിയിൽ ഈ ഒരു മാവ് പിടിക്കുന്നുണ്ടെങ്കിൽ അത് കുക്കായിട്ടില്ല, പിടിക്കുന്നില്ല എങ്കിൽ കുക്കായിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കിയെടുക്കാം. അപ്പം ഏകദേശം ഇത് കുക്കായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം പൂർണ്ണമായിട്ടും തന്നെ കുക്കായിട്ടുണ്ട്. അപ്പം നമ്മൾ അടിയിലാണ് ഇതിൻ്റെ സിറപ്പ് ചേർത്തിട്ടുള്ളത്. ഇപ്പം ഇതേ രൂപത്തിൽ നമുക്ക് മറ്റൊരു പ്ലേറ്റിലേക്ക് ഇത് കമത്തുമ്പോഴാണ് ഇതിൻ്റെ ഒരു കാഴ്ച, അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ഭംഗി നമുക്ക് ആസ്വദിക്കാൻ കഴിയുക. ഇതിൻ്റെ മുകളിലാണ് സിറപ്പ് വരുന്നത്. ഇതേ രൂപത്തിലാണ് നമ്മൾ സെർവ് ചെയ്യേണ്ടത്. ഇപ്പോൾ നമ്മുടെ പുഡിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൽ നിന്ന് ഒരു പീസ് എടുത്ത് കഴിച്ച് നോക്കിയാൽ നമുക്കിതിൻ്റെ ടേസ്റ്റ് മനസ്സിലാക്കാൻ കഴിയും. പിന്നീട് നമുക്ക് ഇഷ്ടാനുസരണമുള്ള കൂട്ടുകൾ ചേർത്തുകൊണ്ട് ഇതേ രൂപത്തിലുള്ള പുഡിങ്ങുകൾ ഉണ്ടാക്കാൻ സാധിക്കും. ഇന്ന് നമ്മുടെ വിവാഹ വാർഷികം ആയതുകൊണ്ട് തന്നെ പിന്നെ റമദാൻ കൂടിയാണ്. അപ്പോൾ ചെറിയ ഇഫ്താർ സ്പെഷ്യലായി ഒരു പുഡിങ് ഉണ്ടാക്കിയെന്ന് മാത്രം. അപ്പോൾ റെസിപ്പി എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. അപ്പം പുതിയ വീഡിയോകളുമായി വീണ്ടും കാണുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ്.